തീപിടിച്ച് 3 കുട്ടികളടക്കം 5 പേർക്ക് പൊള്ളലേറ്റതിൽ ഒരാൾ മരിച്ചു. ഗുരുതരാവസ്ഥയിലായിരുന്ന 2 കുട്ടികളിൽ ഒരാളാണ് മരിച്ചത്. ഒരു കുട്ടിയുടെ നില ഗുരുതരമായി തുടരുന്നു. പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന 2 കുട്ടികളിൽ ഒരാളാണ് മരിച്ചത്. ഒരാളുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു. കാറിന്റെ പിൻഭാഗത്തു നിന്ന് തീ പടരുകയായിരുന്നുവെന്ന് സംഭവ സ്ഥലത്തെത്തിയവർ പറഞ്ഞു. പൊൽപ്പുള്ളി അത്തിക്കോട് പുളക്കാട്ടിൽ പരേതനായ മാർട്ടിന്റെ ഭാര്യ എൽസി, മക്കളായ അലീന, അൽഫിൻ, എമിലി, കുട്ടികളുടെ മുത്തശ്ശി ഡെയ്സി എന്നിവർക്കാണ് പൊള്ളലേറ്റത്. പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായ എൽസി ജോലി കഴിഞ്ഞ് കാറിൽ വീട്ടിലെത്തിയതായിരുന്നു. തുടർന്ന് പുറത്തു പോകാനായി 3 മക്കളുമായി കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെയാണ് അപകടമുണ്ടായത്. കാറിന്റെ പിൻഭാഗത്തുനിന്ന് തീ പടരുകയായിരുന്നെന്ന് സംഭവ സ്ഥലത്തെത്തിയവർ പറഞ്ഞു. ബഹളം കേട്ട് ആളുകൾ എത്തുമ്പോൾ പൊള്ളലേറ്റ കുട്ടികളെ കാറിന് പുറത്തെത്തിച്ച് നിലത്തു കിടത്തിയ നിലയിലായിരുന്നെന്നും എൽസിയുടെ ശരീരത്തിൽ തീ പടർന്നു പിടിച്ചിരുന്നെന്നും സമീപവാസികൾ പറഞ്ഞു. ജില്ലാ ആശുപത്രിയിലും തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഗുരുതര പൊള്ളലേറ്റ എൽസി, അൽഫിൻ, എമിലി എന്നിവരെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെയാണ് മുത്തശ്ശിക്ക് പൊള്ളലേറ്റത്. മുത്തശ്ശിയുടെ പരിക്ക് സാരമുള്ളതല്ല. തീ ആളിക്കത്തുന്നതിനിടെ ഡോർ ലോക്കായി 4 പേരും കുടുങ്ങിയതായാണ് വിവരം. പിന്നിലിരുന്ന ഇളയ കുട്ടികൾക്കാണ് ഗുരുതരമായി പൊള്ളലേറ്റത്. 1.5 മാസം മുൻപാണ് മാർട്ടിൻ മരിച്ചത്. അസുഖബാധിതയായിരുന്ന എൽസി ശസ്ത്രക്രിയ കഴിഞ്ഞ് ഏറെ നാളത്തെ അവധിക്ക് ശേഷം വ്യാഴാഴ്ചയാണ് ജോലിയിൽ പ്രവേശിച്ചത്. നാട്ടുകാർ വെള്ളം പമ്പ് ചെയ്താണ് തീയണച്ചത്. പൊള്ളലേറ്റവരെ ആദ്യം പാലക്കാട് സ്വകാര്യ ആശുപത്രിയിലേക്കാണ് എത്തിച്ചത്. ഷോർട്ട് സർക്യൂട്ട് ആകാം തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് സംഭവ സ്ഥലത്തെത്തിയ ചിറ്റൂർ പോലീസ് ഇൻസ്പെക്ടർ ജെ മാത്യു പറഞ്ഞു.